സംസ്ഥാന സർക്കാർ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുന്നത്? ഇതിനോടകം തന്നെ നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പ്രവാസികളായി പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ കുടുംബത്തിനും നാടിനും പൊതുസമൂഹത്തിനെല്ലാം വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ഏറെ ശ്രമിച്ചും ശ്രമകരമായിട്ടും ഒരു ജോലി ലഭിച്ച് വിദേശത്ത് പോവുക, അവരുടെ കുടുംബത്തെ നയിക്കുക എന്നൊക്കെയുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷെ അതെല്ലാം പൊലിഞ്ഞിരിക്കുന്നു. നമുക്കൊരു വലിയ ദുഃഖം, താങ്ങാനാവാത്തൊരു ദുഃഖമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ആ നിമിഷം തന്നെ സാധ്യമായതെല്ലാം ഗവൺമെന്റ് ചെയ്തു. ഇന്നിപ്പം ബോഡി ഇവിടെ എത്തുന്നു, 10 മണിയോടുകൂടി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരിവിടെ എത്തുന്നുണ്ട്. എല്ലാ മേഖലയിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബോഡികളാണ്. അതെല്ലാം ഇവിടുന്ന് കൃത്യമായി പോകുന്നതിനുള്ള ക്രമീകരണവും ആ ഓരോ സ്ഥലത്തേക്കും പോലീസ്, പൈലറ്റ് ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖം നമുക്ക് താങ്ങാനാവാത്തതാണല്ലോ. വലിയ വിഷമകരമായ ഒരു സാഹചര്യം, അതുമാത്രമേ ഇപ്പം നമുക്ക് പറയാനായിട്ട് കഴിയുന്നു. അതായത് ഓരോ 23 പേരുടെ മൃതദേഹങ്ങൾ ഈ ആംബുലൻസിൽ അയക്കുക മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർ കൂടി അവർക്ക് ആ മൃതദേഹങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകുമെന്ന് മാത്രമല്ല, അതിന് ഓരോന്നിനും പൈലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ആംബുലൻസിനും പ്രത്യേകമായി സെപ്പറേറ്റ് പൈലറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന ബോഡിക്ക് പോലും നമ്മുടെ അതിർത്തി വരെയുള്ള പൈലറ്റ് ക്രമീകരിച്ച് ആ ബോഡി ആദരവോടുകൂടി തന്നെയാണ് നമ്മൾ മടക്കയാത്രയ്ക്ക് തയ്യാറാകുന്നത്.